അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ എന്നാണല്ലോ ആ വാക്കിന്റെ നേരെ അർത്ഥം. അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, അള്ളാഹുവിൻ്റെ ആശ്രയരായി ജീവിക്കുന്നവരെ ആരെയും ശല്യം ചെയ്യുകയില്ല. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു പരിപൂർണ മുസ്ലിം അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു എല്ലാ മനുഷ്യരും സുരക്ഷിതരായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഹിബ്ബ ലിനാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമൻ. നീ മുസ്ലിമാകാൻ വേണ്ട ഒരു കാര്യം സ്വന്തം ശരീരത്തിന് സ്വന്തത്തിൽ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം. അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ആദർശ സമ്മേളനത്തിലാണ്. നമ്മളുടെ ആദർശം എന്ന് പറയുന്നത് യഥാർത്ഥ ഇസ്ലാമാണ്. ഇസ്ലാമിനെ സ്വീകരിക്കാത്ത ധാരാളം ഇസക്കാരും മതക്കാരും ഉണ്ട്. അവർക്ക് അവരുടെ മതമനുസരിച്ചും ഇസമനുസരിച്ചും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. പരിശുദ്ധ ഇസ്ലാം ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കടത്തുന്ന പ്രസ്ഥാനം അല്ല. മറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ വദഉൻ ഇലാഹിയ്യുൻ, അതൊരു ദൈവികമായ സംവിധാനമാണ്. സായിഖുൽ ദവിൽ ഉഖൂലി, ബുദ്ധിയുള്ളവരെ അത് നയിക്കും. ഇഖ്തിയാരിഹിൽ മഹ്മൂദ്, സ്തുത്യർഹമായ ചോയ്സ് അനുസരിച്ച് ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്, എവിടെയും ഈ ഭൗതിക ലോകത്തും പാരിത്രിക ലോകത്തും ഏറ്റവും ഹൈറായതിലേക്ക് നയിക്കും. അതാണ് ഇസ്ലാം ദീൻ എന്നതിന്റെ ഡെഫിനിഷൻ തന്നെ. ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല. മുസ്ലിമീങ്ങൾ അവർ ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് ഇസ്ലാമിലായി മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആ ആഗ്രഹമുള്ള ജനങ്ങളെ പലരെയും വഴിതെറ്റിച്ചു കളയുന്ന ധാരാളം ശക്തികൾ ഇവിടെ ഉണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്ത് തന്നെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. ജിന്നുകളിലും മനുഷ്യരിലും മനുഷ്യന്റെ മനസ്സുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, വസ്വാസ സംശയമുണ്ടാക്കുന്നവർ ഉണ്ട്. അവരിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സൂറത്താണ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറത്ത്. അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് കാവൽ ചോദിക്കുന്നതിന്റെ പുറമെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണമല്ലോ. നമ്മൾ ഒരാൾ ദാരിദ്ര്യത്തിൽ നിന്ന് പഠിച്ചവരോട് കാവൽ ചോദിക്കും, യാതൊരു പണിയും എടുക്കാതെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അങ്ങനെ ആയാൽ അല്ലാഹുവിൽ നിന്ന് ദുആക്ക് ഉത്തരം കിട്ടും. അദ്ദേഹം പണിയെടുക്കണം, ജോലി ചെയ്യണം, ബിസിനസ് നടത്തണം, കൃഷി നടത്തണം, എന്നിട്ട് ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. ഇതേപോലെ നമുക്ക് അപകടം പറ്റാതെ നമുക്ക് ഒരു സ്ഥലത്ത് എത്തണം. ഈ റോട്ടിൽ ഇങ്ങനെ പോയാൽ എവിടെ എത്തുക? സുൽത്താൻ ബത്തേരി. ഇങ്ങനെ പോയാലോ വൈത്തിരി. അപ്പൊ ഈ റോട്ടും വന്ന് ഒരാൾക്ക് സുൽത്താൻ ബത്തേരി എത്തണം. അയാൾ വൈത്തിരിക്ക് പോകുന്ന ബസ് കയറിയിരിക്കുക, എന്നിട്ട് ബത്തേരി എത്തിക്കണേ എന്ന് വേർക്കുക. അതുകൊണ്ട് കാര്യമുണ്ടോ?
അയാൾ ബത്തേരിക്ക് പോകുന്ന വണ്ടി കയറി ഇരുന്നിട്ട് വേർക്കണം ബത്തേരി എത്തിക്കണേ, അപകടമൊന്നുമില്ലാതെ എത്തിക്കാൻ വേണ്ടി. അതുപോലെ നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നതിന്റെ പുറമെ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും വേണമല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അല്ലാഹുവിനോട് നമ്മുടെ മനസ്സ് തെറ്റിപ്പോകാതിരിക്കാൻ ദുആ ചെയ്യണം, സന്മാർഗത്തിലാക്കി നിലനിർത്താൻ വേണ്ടി ദുആ ചെയ്യണം. അതാണ് മുസ്ഹഫിന്റെ ആദ്യത്തെ സൂറത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ വഴി നടത്തണേ. അവസാനത്തെ തെറ്റിച്ചു കളയുന്നവരിൽ കാവൽ ചോദിക്കാൻ. ആദ്യത്തേതോ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹം അല്ലാഹു നൽകിയ മഹാന്മാരുടെ വഴിയിലായി സന്മാർഗത്തിലായി ജീവിച്ചു ഭരിക്കാനുള്ള തൗഫീഖ് ലഭിക്കാനുള്ള ദുആ. അപ്പൊ അല്ലാഹുവിനോട് ദുആ ചെയ്യൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് ദുആർക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ. മറ്റുള്ളവർക്ക് അല്ലാഹുവിനോടുള്ള ദുആ ഇഷ്ടമല്ല. നിങ്ങൾ വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹുന, ഫാത്തിഹയിൽ ഒരു അക്ഷരങ്ങൾ ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. നിങ്ങളൊരു സ്ഥലത്ത് ദുആ ചെയ്യാൻ നോക്കുമ്പോൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞു നോക്ക്, ചിലര് അപ്പൊ ഇറങ്ങിയങ്ങ് പോകും. അവർക്ക് ദുആ ഇഷ്ടപ്പെടുന്നില്ല, ഫാത്തിഹ ഇഷ്ടപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഇതേപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു, നബിതങ്ങൾ ഒരു തെറ്റും ഒരു പിഴവും സംഭവിക്കാത്ത ആളാണ്. അതുകൊണ്ട് നബിതങ്ങൾ എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കണം എന്ന് മുസ്ലിമീങ്ങൾ എല്ലാവരും അംഗീകരിക്കും. പക്ഷേ സുന്നികളല്ലാത്തവരത് അംഗീകരിക്കുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, മുജാഹിദിന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരുടെ മുഖപത്രമാണ് അൽമനാർ എന്ന് പറയുന്ന ഈ പത്രം. ഇത് 2010 ജൂലൈയിലെ അൽമനാറാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും തെറ്റ് ചെയ്തവരും അബദ്ധം ചെയ്തവരുമാണ് എന്നാണ് സമർത്ഥിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആദം നബിയല്ലേ ആദ്യം വന്നത്. ആദം നബിയെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, ആദം നബി അലൈഹി ഇസ്ലാമിൽ അനുസരണക്കേടുണ്ടായി എന്നവർ. ആദം നബി അലൈഹി ഇസ്ലാം മറന്നിട്ട് പയമ്പറിച്ചു പോയത് ഖുർആനിലുണ്ട്. മറന്നിട്ട് ചെയ്ത അനുസരണക്കേടാവും, മറന്നിട്ട് ചെയ്താൽ തെറ്റാവും. ഒരാൾ റമദാൻ മാസത്തിൽ നോമ്പ് എടുത്ത് ഇങ്ങനെ പൊയ്ക്കോട്ടിരിക്കുമ്പോൾ മറന്നിട്ട് ജ്യൂസ് കുടിച്ചു, എന്നാൽ നോമ്പ് തന്നെ കുടിക്കൂല. മറന്നിട്ടായിരിക്കണേ, മനഃപൂർവ്വം കുടിച്ചിട്ട് മറന്നാന്ന് പറഞ്ഞാൽ പോരാ. അല്ലാഹു തആല ആദം നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നസിയ, ആദം നബി മറന്നുപോയി, അങ്ങനെ മറന്നിട്ടാണ് പയമ്പറിച്ചത് ഖുർആനിൽ അല്ലാഹു പറയും. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാം അനുസരണക്കേട് എന്ന് പറയാൻ പറ്റുമോ? ആദം നബി ഇസ്ലാം മറന്നുപോയി എന്ന് പറയണം. ആദം നബി ഇസ്ലാം അനുസരണക്കേട് ചെയ്തു. ഇനി മറ്റൊരു പേജ് പറയുന്നത് എന്താണ്? മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ മൂസാ നബിയും കുറ്റക്കാരനാണ്. ഇനിയോ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നത് എന്താണ്? നൂഹ് നബി അലൈഹിസ്സലാം മാപ്പിരക്കാൻ അർഹമായ തെറ്റ് ചെയ്തിരുന്നു എന്നാണ്. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എന്താ പറയുന്നത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുക്കും വമാ ഗവാ. സത്യം ചെയ്തിട്ട് അല്ലാഹു പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും പേച്ചിട്ടില്ല. മുജാഹിദിന്റെ അൽമനാർ എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവ് സംഭവിച്ച ആളാണ്. ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? ഇങ്ങനെ വിശ്വസിച്ചാൽ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുമോ? മുസ്ലിമീങ്ങൾ ആലോചിക്കണം. ഖുർആനിൽ അല്ലാഹു പറയുന്നു, മാതല്ല ഒരു പിഴവും പറ്റിയിട്ടില്ല. മുജാഹിദിന്റെ അൽമനാർ പറയുന്നു, മുഹമ്മദ് നബിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം തന്നത് ആരാണ്? നിസ്കാരം പഠിപ്പിച്ചത് ആരാണ്? നോമ്പ് പഠിപ്പിച്ചത് ആരാണ്? എല്ലാ അറിവും പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞയച്ച
അള്ളാഹുവിന്റെയും നമ്മളുടെയും ഇടക്ക് അള്ളാഹു മധ്യവർത്തിയായി നിശ്ചയിച്ച ആളല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ചിലരുണ്ട് എന്താണ് പഠിച്ചവന്റെ അടുക്കലേക്ക് മധ്യവർത്തി വേണ്ട എന്ന് പറയുന്നത്. പക്ഷെ അള്ളാഹ് മധ്യവർത്തിയിലാക്കിയില്ലേ? അള്ളാഹു തആല നമുക്ക് അള്ളാഹിനെ പറ്റിയുള്ള വിവരം തന്ന എങ്ങനെ ഡയറക്റ്റ് തന്നതാ? അല്ല, നബിതങ്ങളാവുന്ന മധ്യവർത്തി മുഖേനയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം ഇസ്ലാമിലേക്ക് വരുന്നത് അല്ലേ? നമ്മളൊക്കെ വന്നത് നബിതങ്ങൾ മധ്യവർത്തിയായിട്ടാണ്. അപ്പൊ മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കേണ്ടത് നമ്മളാ. അത് തീരുമാനിക്കേണ്ടത് അള്ളാഹു അല്ലേ? മധ്യവർത്തി വേണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് നമ്മളല്ല, അള്ളാഹു ആണ്. അത് എടുക്കുകയാണോ? അത് കഴിച്ചെടുക്കുകയാണോ? എന്നാ പിന്നെ ആരും അങ്ങോട്ട് നോക്കണ്ട, എടുക്കുന്ന കാര്യം നോക്കണ്ടില്ല. അപ്പോ സുഹൃത്തുക്കളെ, അല്ലാഹു തആല, അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, ഇദാ ജാഊ മൻ ഖസ്സഹു അല്ലാഹു തആല ബിരിസാലതിഹി വഅക്റമഹു ബിവഹ്യിഹി വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നാൽ വന്നത് ആരെടുക്കലാണ്? അല്ലാഹു തആല റസൂലാക്കി പറഞ്ഞയച്ച ആളെടുക്കലാണ്, വഹി കൊണ്ട് ബഹുമാനിച്ച ആളുടെ അടുക്കലാണ്. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ അല്ലാഹു മധ്യവർത്തിയാക്കിയ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ അടുക്കലാ വന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മധ്യവർത്തിയാക്കി. ഇങ്ങനെ അള്ള മധ്യവർത്തിയാക്കിയ ഒരാൾ പിഴവിങ്ങനെ പറ്റുന്ന ആളായാൽ അള്ളാഹ് ഒരുത്തനെ തെരഞ്ഞെടുക്കാനും അറിഞ്ഞൂടാ എന്നല്ലേ വരിക. മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടി അള്ള ഒരാളെ തെരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ പിഴവറ്റുന്ന ആള് എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാം തന്നെ നശിച്ചില്ലേ സഹോദരന്മാരെ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും അമ്പിയാക്കളെ സംബന്ധിച്ചും പിഴവ് പറ്റുന്നവർ, കുറ്റം ചെയ്തവർ എന്ന ആശയമാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളല്ലാത്ത പിഴച്ചുപോയ കക്ഷികളുടെ വാദം. ഈ വാദം ആദ്യം ഉന്നയിച്ചത് ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ഒരു കൂട്ടരുണ്ടായി. അവരെ പേരാണ് റാഫിളത്ത്. റാഫിളത്ത് എന്ന പേര് വരാൻ കാരണം ഇമാമികൾ പറഞ്ഞു, റഫദു അബൂബക്കറിൻ വ ഉമർ, അവർ ഉമർ ഇബ്നുൽ ഖത്താബിനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും വലിച്ചെറിഞ്ഞവരാണ്, അവരെ തള്ളിപ്പറഞ്ഞവരാണ്. ആ റാഫിളത്ത് വാദിച്ചതാണ് അമ്പിയാക്കൾ തെറ്റുണ്ടാകും എന്ന വാദം. അത് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാലാത്തുൽ ഇസ്ലാമിയീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിഴച്ചു എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ വാദം മുജാഹിദ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിക്കുകയാണ്. ഇതേപോലെ ജമാഅത്ത് ഇസ്ലാമി അവരുടെ IPH പ്രസിദ്ധീകരിച്ച ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിന്റെ 28ാമത്തെ പേജിൽ നമുക്ക് കാണാം, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി. കേട്ടാ തോന്നും മൂസാ നബി വലിയൊരു വീരപ്പനാണെന്ന് തോന്നും. ഈ രൂപത്തിൽ അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തി, അമ്പിയാക്കളെ അവമതിച്ച് പ്രവർത്തിക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ വലിയ പാതകം ചെയ്തവരാണ്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മളെ നാട്ടിലൊക്കെ മുജാഹിദിൽ പെട്ടുപോയവര്, ജമാഅത്ത് ഇസ്ലാമിയിൽ പെട്ടുപോയവര്, അവരൊന്നും ഈ വിവരം അറിയില്ല. അവര് ഈ മൗലവിമാരെ ഇങ്ങനെയാണ് ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു കടപ്പാടുണ്ട്. അതെന്താണ്? ഒരാളിങ്ങനെ ഒരു നല്ല A ക്ലാസ് ജ്യൂസ് എന്ന് പറഞ്ഞ സാധനം വിതരണം ചെയ്യുന്നു. ഇത് അങ്ങനെ ആരോഗ്യത്തിന് നല്ലതാണ്, ഇങ്ങനെ ആരോഗ്യത്തിന് നല്ലതാണ്, ഇത് കുടിച്ചാൽ പിന്നെ ഷുഗർ ഉണ്ടാവൂല, പ്രഷർ ഉണ്ടാവൂല എന്നൊക്കെ പറയും. സംഗതിയാണെങ്കിലോ തീർത്തും വിഷാണ്. ഈ വിഷമുള്ള സാധനം ചിലർ അറിയാതെ ദാഹം തീരുമെന്ന് വിചാരിച്ച് വാങ്ങി കുടിക്കുമ്പോ നമ്മൾ മനസ്സിലായ ആളുകള് അതില് വിഷം കേട്ടോ, കുടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞില്ലെങ്കിൽ പഠിച്ചവർക്ക് കുറ്റക്കാരാവൂലേ? ഇതുപോലെ ആരും നരകത്ത് കടക്കണം വെച്ചിട്ടാരോ മുജാഹിദാവോ, നരകത്ത് കടക്കണോ വെച്ചിട്ടാരോ ജമാഅത്ത് ഇസ്ലാമിയാവോ, നരകത്ത് കടക്കണോ വിചാരിച്ചിട്ടാരോ വ്യാജ തരീഖത്തുകാരനാവോ, നരകത്ത് കടക്കണോ വെച്ചിട്ട് വലിയ മാത്താവോ, സ്വർഗത്ത് കടക്കണമെന്ന് വിചാരിച്ചാൽ കൂടുന്നത്. പക്ഷെ എത്തുന്നത് എവിടെയാണ്? എത്തുമ്പോഴല്ലേ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വഴി തെറ്റുമ്പോൾ തെറ്റുന്നുണ്ട്, ഇത് ശരിയായ വഴിയല്ല എന്ന് വഴി അറിയുന്നവർ പറഞ്ഞു കൊടുക്കൽ അവർക്ക് നിർബന്ധമുണ്ട്. അത് ആ ഒരു കടപ്പാട് വീട്ടാനാണ് ഈ ആദർശ സമ്മേളനം.